ഓം ശ്രീ പാർവതീദേവ്യൈ നമ. എല്ലാവർക്കും നമസ്കാരം. ഈ ശ്ലോകം കൊണ്ട് ഞാൻ പാർവതീദേവിയെ ധ്യാനിക്കുന്നു. ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് മാലിനി എന്ന വൃത്തത്തിലാണ്. കുട്ടില നിഖില ദൈത്യ പ്രാണ സംഹാരദക്ഷാം ജടില നടന ചുഞ്ചു ശ്രീ മഹാദേവ പത്നീം നിടില നയനമൗലൗ ജാഹ്നവീം വീക്ഷ്യ രോഷാച്ചടുലവദന പദ്മാം ഭാവയേ ശൈലപുത്രീം. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ അർത്ഥവും ഒന്ന് പറയാം. കുടില നിഖില ദൈത്യ പ്രാണ സംഹാരദക്ഷാം, ഒരു സമസ്ത പദമാണ് ഒന്നാമത്തെ പാദം. കുടിലന്മാര്, അതായത് ദുഷ്ടന്മാരെന്നാണ് അർത്ഥം. അതിൻ്റെ കുടിലന്മാരെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയും ക്രുക്കഡ് എന്ന് പറയും, അങ്ങനെയുള്ളവർ. അപ്പോൾ കുടിലന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ദുഷ്ടന്മാരായിട്ടുള്ള നിഖില ദൈത്യന്മാർ, എല്ലാ ദൈത്യന്മാരുടെയും പ്രാണസംഹാരം, പ്രാണനെ നശിപ്പിക്കുക അല്ലെങ്കിൽ പ്രാണനെ ഹരിക്കുക. അതിനെ ആ പ്രാണനെ ഹനിക്കുക എന്നർത്ഥം. അതില് ദക്ഷയാണ്, സമർത്ഥയാണ്. അങ്ങനെയുള്ളവളും, അതായത് ദുഷ്ടന്മാരായ എല്ലാ അസുരന്മാരുടെയും പ്രാണനെ സംഹരിക്കുന്നതില് സമർത്ഥയും, ജടില നടന ചുഞ്ചു ശ്രീ മഹാദേവ പത്നിയും. ഇതും ഒരു സമസ്തപദമാണ്. രണ്ടാമത്തെ പാദം അർത്ഥം പറയാം. ജടിലൻ എന്ന് പറഞ്ഞാൽ ജടയുള്ളവൻ, ജട ധരിച്ചവൻ. അപ്പൊ ജടിലനായിട്ടുള്ള, അപ്പൊ ജടാധാരിയായിട്ടുള്ള, അങ്ങനെ ജടാധാരിയും എന്ന് പറയാം. പിന്നെ നടന ചുഞ്ചു, അതായത് നടനം, നൃത്തം ചെയ്യുക, അതില് ചുഞ്ചുവാണ്, അതായത് സമർത്ഥനാണ്, അങ്ങനെയുള്ളവനും. അപ്പോൾ നടരാജനാണ് അർത്ഥം, നടരാജൻ. അപ്പോൾ ജടാധാരിയുമാണ്, നടരാജനുമായിട്ടുള്ള ശ്രീ മഹാദേവൻ, ആ പരമശിവന്റെ പത്നിയും വല്ലഭയും. പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്: നിടില നയന മൗലൗ. നിടില നയനം എന്ന് പറഞ്ഞാൽ, നിടില എന്ന് പറഞ്ഞാൽ നെറ്റി എന്നർത്ഥമാണ്, പാലം, നെറ്റി. ആ നെറ്റിയിൽ നയനമുള്ളവൻ, അതായത് നിടില നയനം എന്ന് പറഞ്ഞാൽ പരമശിവൻ. അപ്പൊ പരമശിവന്റെ മൗലിയില്, തലയില് ജാഹ്നവിയും വീക്ഷ്യ, ജാഹ്നവിയെ കണ്ടിട്ട്. അപ്പോ ഗംഗാദേവിയെ കണ്ടു പാർവതി ആ പരമശിവന്റെ തലയിൽ. അപ്പൊ ഒട്ടും ഇഷ്ടാവില്ല അല്ലേ? അപ്പോ പരമശിവന്റെ ഭാര്യയാണ് പാർവതി ദേവി. വേറൊരു സ്ത്രീയെ കാണുകയാണ്, തൻ്റെ ഭർത്താവിൻ്റെ തലയിലിരിക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ ഒട്ടും ഇഷ്ടാവില്ല അത്, അതാ പറയുന്നത്. അപ്പോൾ ആ ജാഹ്നവി എന്ന് പറഞ്ഞാൽ ഗംഗാദേവി, ആ ഗംഗാദേവിയെ വീക്ഷ്യ കണ്ട്, രോഷാത്ത്, കോപം കൊണ്ട്, കോപം ഹേതുവായിട്ട്, ചടുലവദന പദ്മാം, ചടുലമായ വദനപത്മത്തോട് കൂടിയവളായി, അതായത് വിറയ്ക്കുന്ന മുഖത്തോട് കൂടിയവളായിട്ട്, ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. അങ്ങനെ ആ മുഖപത്മം, ആ മുഖാരവിന്ദത്തോട് കൂടിയവളായിട്ട് ആയിട്ടുള്ള ശൈലപുത്രിയും, ആ പർവ്വതപുത്രി, അതായത് പാർവതിയെ അഹം ഭാവയെ ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ഓം ശ്രീ മഹാദേവ്യൈ നമ.